പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടനയെക്കുറിച്ച് ആയിരുന്നു നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഞാൻ പിന്നെ MLA ആയിട്ട് ഫോണിൽ സംസാരിച്ചത്. പൊതുവിൽ എന്തു തോന്നുന്നു ആനന്ദിന്? ഈ പ്രദേശത്ത് ആൾതാമസം ഉണ്ടോ അതോ വിജനമായി കിടക്കുകയാണോ? മാത്രമല്ല ഈ റോഡ് നിർമ്മിച്ചത് പോലും ശാസ്ത്രീയമായിട്ടല്ല എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇക്കാര്യത്തിൽ കർണാടക സർക്കാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ആനന്ദ് നേരത്തെ പറയുകയുണ്ടായി, റോഡ് നിർമ്മിച്ച കരാറുകാരനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും മറ്റ് ആളുകളുടെ രീതികളും പറയുകയാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അതായത് പരമ്പരാഗതമായി ഇപ്പോഴും കൃഷിയിൽ ഊന്നി ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പുഴയുടെ ഇക്കരയാണ്. ഈ പുഴയുടെ ഇക്കരയിലുള്ള ആളുകൾ ഈ കുറച്ച് വീടുകൾ, ഏകദേശം വിരലെണ്ണാവുന്ന വീടുകൾ മാത്രമാണ് ഈ പുഴയുടെ കരയിലുള്ളത്. അതിൽ തന്നെ 2-3 വീടുകൾ പൂർണ്ണമായും ഇത്തരത്തിൽ വെള്ളം കയറി, ഈ മണ്ണിടിച്ചിൽ നിന്ന് വെള്ളം കയറി പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ആ പുരോഗമനം ആ തലത്തിലേക്ക്, അതായത് പശ്ചാത്തലമായിട്ടുള്ള സൗകര്യങ്ങളാവട്ടെ മറ്റ് അടിസ്ഥാന വികസനങ്ങളാവട്ടെ നോക്കി എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം കൃഷി തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളും. ഈ പുഴക്കരയോട് ചേർന്നുള്ള പാടങ്ങളിലും സ്ഥലങ്ങളിലും നെൽകൃഷി തന്നെയാണ് ഇവർ നടത്തുന്നത്. പ്രധാനമായും ഇവർ നടത്തുന്നത് നെൽകൃഷിയാണ്. ഞാൻ നേരത്തെ ഇത്തരത്തിൽ ഈ നാട്ടുകാരുമായി സംസാരിക്കുകയുണ്ടായി. നെൽകൃഷി തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഒരു വർഷത്തിൽ അത്തരത്തിൽ 2-3 തവണ നെൽകൃഷിയിലേക്ക് തന്നെ ഉഴുന്നു. ഈ പ്രധാനപ്പെട്ട അവർ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ഗംഗാവാലിയിലെ വെള്ളം തന്നെയാണ്. അത് മാത്രമല്ല വളരെ കഴിഞ്ഞ 2 ദിവസമായി കറണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ രാത്രിയിൽ എല്ലാ വീടുകളിൽ, പ്രത്യേകിച്ച് ഈ പുഴയോട് ചേർന്ന ഏകദേശം ഒരു 5 മുതൽ 8 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എത്രത്തോളം അധികൃതർ ഇവിടേക്ക് എത്തി നോക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഒരു നാട്ടിൽ, ഒരു പ്രദേശത്തേക്ക് 2 ദിവസമായി കറണ്ട് ഇല്ലാത്ത അവസ്ഥ. ആളുകൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുണ്ട്. ഇന്നലെ രാത്രി എല്ലാം ഈ വശത്തോട് സഞ്ചരിക്കുമ്പോൾ എല്ലാ വീടുകളിലും മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം പ്രാധാന്യം ഇവർക്ക് ഈ പ്രദേശത്തെ അധികാരികൾ അല്ലെങ്കിൽ അധികാരവർഗ്ഗങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. എന്തായാലും എല്ലാവരും വളരെ സാധാരണക്കാരാണ്. അത് കൃഷി തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. കൃഷി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കന്നുകാലികളും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കൃഷിക്ക് പൂട്ടുന്നത് പോലും കന്നുകാലികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഈ കന്നുകാലികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി സ്ഥലങ്ങൾ പൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. അപ്പോൾ എത്രത്തോളം ആ തലത്തിലേക്ക് ആധുനികമായിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന തലത്തിലേക്കോ അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന തലത്തിലേക്കോ ഈ നാട് എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കന്നുകാലികളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോഴും അത്തരത്തിൽ നെൽകൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കന്നുകാലികളും ഈ നെൽകൃഷിയും തന്നെയാണ് ഒരു കാർഷിക ഗ്രാമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഈ പ്രദേശത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ദേശീയപാത ആയതുകൊണ്ട് തന്നെ ടാങ്കർ ലോറികളുടെ ഒരു നിര നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ കാർവാർ പ്രദേശത്ത് പ്രത്യേകിച്ച്, അത് ഈ അങ്കോള പ്രദേശത്തെല്ലാം ഇത്തരത്തിൽ ലോറികൾ കൂട്ടിക്കിടക്കുന്ന, അതായത് ഒരു വരിയിൽ ഏതാണ്ട് 10-30ഓളം ലോറികൾ നിരന്തരമായി വരിയായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ റോഡിലൂടെ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോറിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട താവളമാണ് ഈ പ്രദേശം. അതുമായി ബന്ധപ്പെട്ട മറ്റ് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലെടുക്കുന്ന പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ചെറിയ ചായക്കടകളും അത്തരത്തിലുള്ള ചെറിയ സ്റ്റോറുകളും ഒക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ലോറിക്കാരുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ ടൗണിലേക്ക് കിടക്കുകയാണെങ്കിൽ, നഗരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നിലവാരത്തിലുള്ള ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഭൂരിഭാഗം ആളുകളും വളരെ സാധാരണക്കാരാണ്. പക്ഷെ സാധാരണക്കാരാണ് ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ കൃഷിക്കാരാണ്. പരമ്പരാഗതമായി ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൃഷി തന്നെയാണെങ്കിൽ കൂടി ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോറിത്താവളമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചെറിയ കച്ചവടങ്ങൾ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഈ പ്രദേശത്തും. ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തും അത്തരത്തിൽ ഒരു ലോറികൾ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഡ്രൈവർമാർ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാതയാണ്. അവിടെ ഉണ്ടായിരുന്ന ചായക്കടയിൽ ലക്ഷങ്ങൾ അടക്കമുള്ള ഒരു കുടുംബം ഒന്നാകെയാണ് ഇത്തരത്തിൽ മണ്ണിടിയിലേക്ക് പോയത്. എന്തായാലും ഈ പ്രദേശത്തെ റോഡ് നിർമ്മാണം എന്തായാലും കൃത്യമായിട്ടുള്ള അശാസ്ത്രീയത കലർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ തന്നെയുണ്ട്. ഈ അടുത്തേക്ക് ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് കുന്നിൽ നിന്ന് മണ്ണെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ കുന്ന് മറച്ചുകൊണ്ട് അല്ലെങ്കിൽ കുന്നിൽ നിന്ന് മണ്ണെടുക്കുമ്പോഴെല്ലാം പാലിക്കേണ്ട ഒരുപാട് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതിന്റെ എല്ലാം ഒരു ചിട്ടഫലമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 9 ദിവസമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ അത്തരത്തിൽ ഈ മണ്ണെടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഭിത്തികൾ കെട്ടണമെന്നെല്ലാം ചട്ടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു.
പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് എന്നാൽ അതിനൊരു പരിഹാരം കാണാതെയുള്ള ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ഫലം തന്നെ അനുഭവിക്കുന്നത് വളരെ സാധാരണക്കാരും വളരെ പാവപ്പെട്ടവരുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് തന്നെയാണ് കഴിഞ്ഞ 9 ദിവസമായി അർജുന്റെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ 9 ദിവസമായി ഇതിന് മണ്ണിനടിയിൽപ്പെട്ട വളരെ പാവപ്പെട്ടവരുടെ വളരെ സാധാരണക്കാരുടെ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീ അനിൽ നമ്പ്യാർ.